ഹായ് ഗായ്സ്, അപ്പൊ ഇന്ന് ഞാനും അമ്മുവും കൂടെ ഒരു പരിപാടിയുടെ പ്രാക്ടീസിന് പോവാണ്. എന്തിന്റെ പ്രാക്ടീസ് ആണ് അമ്മു? ഫാഷൻ ഷോ ആണ്. ഫസ്റ്റ് റാമ്പ് വോക്ക് ആണ്. അവളുടെ എത്രാമത്തേന്ന് എനിക്കറിയില്ല. എന്റെ ഫസ്റ്റ് ആണ്. ഞാൻ ഡാൻസ് മാത്രമല്ലേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഫാഷൻ ഷോയിലൊന്നും ഞാൻ അങ്ങനെ പോയിട്ടൊന്നുമില്ല. സോ ഇന്ന് അതാണ്. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ അതിന്റെ പ്രാക്ടീസിന് വേണം. സോ ഇത് ബേസിക്കലി 2 അസോസിയേഷൻസ് ഉണ്ട് ഇവിടെ. KHNJയും കാഞ്ചും KANJയും ഉണ്ട്. അപ്പൊ ഇത് KHNJ ആണ്. KHNJ മീൻസ് കേരള ഹിന്ദു അസോസിയേഷൻ ആണ്. അപ്പോൾ അതിന്റെ ഓണം സെലിബ്രേഷൻ ഇസ് ഓൺ September 6th. അതിന്റെ ഫാഷൻ ഷോ ആണ്. അപ്പോൾ കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്ട്സും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ എനിക്ക് കിട്ടിയത് കൊച്ചി, അമ്മൂന് കിട്ടിയത് ആദ്യം കിട്ടിയത് വയനാടാണ്. അപ്പൊ ഒരു ട്രൈബൽ രീതിയിൽ ഇറങ്ങണോന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു ഇല്ല, ഞാൻ കോട്ടയം വേറൊരു ഏതെങ്കിലും ഒഴിവുണ്ടെങ്കിൽ അതിൽ കയറാന്ന് വിചാരിച്ചു. അങ്ങനെ കോട്ടയം കിട്ടി. ഇപ്പം ചട്ടയും മുണ്ടുമാണ്. കോട്ടയമാണ് ഗൈസ്, ക്രിസ്ത്യൻ രീതിയിൽ ചട്ടയും മുണ്ടും. അപ്പൊ എനിക്കൊരു കൊച്ചി ആയതുകൊണ്ട് ഇച്ചിരി സ്റ്റൈലിഷ് രീതി, ബട്ട് ഓണം ടച്ച് വരുന്ന ഒരു രീതി. സോ അതാണ്. നമുക്കൊരു പാർട്ട്ണർ ഉണ്ട് അല്ലെ, അവരും ലൈക്ക് നമുക്ക് രണ്ടുപേർക്കും, എനിക്കും എന്റെ പാർട്ട്ണറും കൊച്ചി. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഇതിന് പോകണം. അമ്മൂനും എന്റെ പാർട്ട്ണറും കോട്ടയം. അങ്ങനെ ഓരോ ഡിസ്ട്രിക്ട്സിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഓരോരുത്തരും. സോ അതിന്റെ ഇതാണ്. ആർ യു എക്സൈറ്റഡ്? യെസ്. അത് കഴിഞ്ഞിട്ട് എന്റെ ഫേവറേറ്റ് ഡാൻസർ കുക്കു ഇവിടെ ഗസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ കുക്കുവിന്റെ കൂടെയും കുക്കു D3 D4 ഡാൻസിലെ കുക്കുവിന്റെ കൂടെയും പിന്നെ സ്വാസ്തികയുടെ കൂടെയും ഒരു ഡാൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ പ്രാക്ടീസിന് ഞാൻ നിൽക്കും. 7 മണിക്കാണ് ഈ ഫാഷൻ ഷോ കഴിഞ്ഞിട്ട്. അമ്മു വിൽ വെയിറ്റ് ഫോർ മീ. സോ ഇത് ഇച്ചിരി ദൂരമാണ്. 45 minutes ഉണ്ട്. വി ആർ ആക്ച്വലി ലേറ്റ് ബിക്കോസ് ഓഫ് ദിസ് ഗേൾ. ഞാൻ 4:15 ഇറങ്ങാൻ പറഞ്ഞു. പുള്ളിക്കാരി പുള്ളിന്ന് 4:15 ഇറങ്ങാൻ പറഞ്ഞു. അമ്മുക്കുട്ടി ഇറങ്ങിയത് 4:45. എന്തായാലും ഇപ്പൊ വ്ലോഗ് എടുത്തോണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല. ഓൾറെഡി സമയം കഴിഞ്ഞു. എന്നാലും നമുക്ക് അവിടെ ചെന്നിട്ട് എന്താന്ന് കാണാം. പാകിസ്ഥാനി ഡേ സെലിബ്രേഷൻ ആണ് ഫുള്ള് നടക്കുന്നുണ്ട്. അതെങ്കിലും വാങ്ങാൻ വരായിരുന്നു. ഒരുപാട് പേരുണ്ട്. കൊള്ളാല്ലേ, ഫുഡ് ട്രക്ക് ഒക്കെ കിടക്കുന്നു, ഫ്ലാഗ്സ് ഒക്കെ വെച്ചിരിക്കുന്നു. അയ്യോ പോവല്ലേ. ഓക്കെ, നമ്മൾ എത്തി. എല്ലാരും അവിടെ വന്നു. ഞാൻ ആദ്യമായിട്ടാണ് ലേറ്റ് ആവുന്നത് ഗൈസ്. ഞാൻ ലേറ്റ് ആവാറേ ഇല്ല പൊതുവെ. അമ്മൂന് ഉദ്ദേശിച്ച് തന്നെയാണ് ഞാൻ നന്നായിട്ട് ലേറ്റ് ആവുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ ആക്ച്വലി വിചാരിച്ചു അമ്മൂനോട് ഒരു 3:45 പറയാന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് വിളിക്കട്ടെ, കറക്റ്റ് സമയത്ത് ഇറങ്ങും നോക്കട്ടെന്ന് വിചാരിച്ചാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. സത്യമായിട്ട് വിചാരിച്ചു ആദ്യമായിട്ട് ഈ കുട്ടി ഒന്ന് നേരത്തെ ഇറങ്ങുമോ നോക്കട്ടെന്ന് വിചാരിച്ചു. ഇറങ്ങത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഈ വീടിന്റെ ബാക്ക് യാർഡിലാണ് ഇന്നത്തെ പ്രാക്ടീസ്. What happened? Say hi to my vlog. Say hi to my vlog. Hi guys. എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പി, പത്തനംതിട്ട, കൊല്ലം. അമ്മുവിന്റെ പുറകിൽ കുറെ അമ്മു ഇരിക്കുന്നു. ഇനി നമ്മുടെ ഡാൻസ് ആണ് അടുത്തത്. സോ അതിന്റെ പ്രാക്ടീസ്, ഫാഷൻ ഷോയുടെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞു. കുറെ പേര് പോയി. അമ്മുച്ചില്ലേ നമ്മളെ വീഡിയോ എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കും, കുക്കുവിനൊക്കെ. സോ അതിപ്പോൾ എടുത്തു കഴിഞ്ഞതേ ഉള്ളൂ. ഇനിയുണ്ടൊരു ഇല്ല കുക്കുവിന് ജസ്റ്റ് നോക്കാൻ വേണ്ടി നമ്മളെങ്ങനെ കളിക്കുന്നത്. പൊരിഞ്ഞ ആലോചനയിലാണ്.
നല്ല ആംഗിൾ തന്നെ. വളരെ നല്ലൊരു ഡിസിഷൻ ആയിരുന്നു ജീൻസ് ഇട്ട് ഡാൻസിന് വരാറുള്ളത്. അമ്മോ ആടിനെ പോലിരിക്കുന്ന. എനിവേസ് കഴിഞ്ഞു. അടിപൊളി നൈസ് ഡാൻസ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് കുറേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളിനി പോകും. എല്ലാം കറി ലീവ്സും എല്ലാം ഉണ്ട്. ആൻറ്റിയുടെ ഗാർഡൻ ആണ് ബാക്കിലത്തെ. Looks like we're drunk, but we're not. We're just gonna. നമ്മൾ നേരത്തെ പോയ വഴിക്ക് നോക്കിയപ്പോഴത്തേക്ക് നല്ല നല്ല കുർത്തീസ് കിടന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ ഇച്ചിരി ദൂരത്ത് കൊണ്ട് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ പാകിസ്ഥാനിൻ്റെ അത് നടന്ന ഇൻഡിപെൻഡൻസ് ഡേ നടന്ന സ്ഥലത്ത് ചെന്നൊന്ന് കുർത്തീസ് നോക്കിയാണ്. $20 നല്ല കുർത്തീസ് കിടക്കുന്നു. അപ്പോൾ ജസ്റ്റ് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അവരെല്ലാം തിരിച്ചെടുത്ത് വെക്കുകയാണ്. എന്തായാലും നോക്കാം. യെസ്, നല്ല നല്ല കുർത്തീസ് കണ്ടു. എനിക്കറിയാന്നുള്ള ഹിന്ദി മൊത്തം ഞാൻ അയാളോട് സംസാരിച്ചു. അങ്ങനെ എനിക്ക് കുറച്ചതുകൊണ്ട് ഞാൻ എല്ലാത്തിനും ഹാ ഹാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് അതെനിക്ക് കുറച്ച് പ്രൈസ് കുറച്ച് തന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരു കാശ്മീരി ഒരു എന്താണ് പറയണ്ടത്, ഒരു പാകിസ്ഥാനി ലുക്ക് എനിക്കിഷ്ടമാണ്. ലൈക്ക് അവരുടെ ഒരു വേറെ ഇച്ചിരി ഡിഫറെൻ്റ് അല്ലേ ആ ഒരു സൽവാറൊക്കെ. അതെനിക്ക് ഒരു വട്ടം ഇങ്ങനെ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഇത് വാങ്ങിച്ചു. ഇതിട്ടിട്ട് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ. അമ്മോ, നമ്മൾ $20 ആദ്യം കണ്ടത്. ഇതുവഴി പോയപ്പോഴത്തേക്കും $20 മൂന്ന് കുർത്തീസ് $20 ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അത് വാങ്ങാൻ വേണ്ടി കയറിയാണ്. പക്ഷെ അതെല്ലാം മറ്റേ കോട്ടൺ ഒരുമാതിരി നൈറ്റി പോലെ ഇരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വേണ്ടെന്ന് വിചാരിച്ചു. തൊട്ട് സൈഡിൽ ഇതുണ്ട്. ഇത് ഞാൻ വാങ്ങിച്ചു. ഞാൻ ഇങ്ങനെയാണ്, എവിടെയെങ്കിലും കയറിക്കഴിഞ്ഞാൽ അവരൊന്നും എന്നെ സോപ്പിട്ട് കഴിഞ്ഞാൽ ഞാൻ വാങ്ങും. എനിക്ക് വാങ്ങാതെ ഞാൻ ഇറങ്ങിയിട്ടില്ല ഇതുവരെയ്ക്കും. അതുകൊണ്ട് അമ്മ കറക്റ്റായിട്ട് പറഞ്ഞു ഇല്ല വാങ്ങുന്നില്ല, ഐ ഡോണ്ട് ഹാവ് മണി എന്നും പറഞ്ഞ് അമ്മ പറഞ്ഞു. ഞാൻ എങ്ങനെയാണ്, ഞാൻ എവിടെയും പോയി കഴിഞ്ഞാൽ അവരൊന്നും എന്നെ ഒന്ന് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ഞാൻ അറിയാതെ അങ്ങ് വാങ്ങിച്ചു പോകും. ചിക്കനും ബീഫും ഫിഷ് ഫ്രൈയും പറഞ്ഞു. ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ്. ഇനി പരിപാടിയൊന്നുമില്ല. സോ നമ്മൾ കാർ ഇച്ചിരി ദൂരെയാണ് പാർക്ക് ചെയ്തത്. നമുക്ക് അറിയത്തില്ലായിരുന്നു എവിടെ പാർക്ക് ചെയ്യണമെന്ന്. അവിടെ എല്ലാവരും പൂട്ടി പോവുകയാണ്. എന്നാലും നമുക്ക് ബൈ ചെയ്യാൻ പറ്റി. ഓൾറൈറ്റ് ഗായ്സ്, സോ ബൈ. ഞാനിനി ഇതെന്ന് എഡിറ്റ് ചെയ്ത് ഇടുമെന്ന് എനിക്കറിയത്തില്ല. എനിവേസ് ബൈ.